ആക്റ്റീവ് വെച്ചാൽ റിയാക്റ്റീവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്. ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് എന്നുള്ളത് നമ്മള് മെത്തിലീൻ എന്ന് പറയുന്നത് നമ്മൾ CH2 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് എത്തിലീൻ എന്ന് പറഞ്ഞാൽ CH2 ആണ് അല്ലെ. CH2 ഡബിൾ ബോണ്ട് CH2 ആണ് എത്തിലീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. മെത്തിലീൻ എന്നുള്ള കോമ്പൗണ്ട് ശരിക്കും കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഇല്ലാത്ത ഒരു കോമ്പൗണ്ട് ആണ്. ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് പറ്റില്ല. പിന്നെ എന്താണ് സാധനം? CH2 എന്നുള്ള ഒരു കോമ്പൗണ്ട്. ഓക്കെ, CH2 ഉള്ള ഗ്രൂപ്പിനാണ് നമ്മൾ മെത്തിലീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തിലീൻ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ്. ആക്റ്റീവ് ഉദ്ദേശിച്ച ബേസിക്കലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു CH2 ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്. Try to write CH2. Select CH2. Okay, this one is CH2, right? CH2 ലെ 2 ബോണ്ടുകളോടെ ഞാൻ വരച്ചിട്ടുണ്ട്. 4 ബോണ്ടുകൾ കാർബണിലുണ്ട്. അതിൽ 2 ബോണ്ടുകൾ ഹൈഡ്രജൻ വെച്ച് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കി 2 ബോണ്ടുകൾ എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഈ ഹൈഡ്രജനെ ഞാനൊന്ന് സ്പെഷ്യൽ ആയിട്ട് എടുത്തെഴുതാം ഹൈഡ്രജനുകളെ. സോ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു CH2 ഗ്രൂപ്പാണ്. ഈ CH2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ പറയുക? ഈ സാധനമാണ് മെത്തിലീൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ പോർഷനെയാണ് നമ്മൾ CH2 ഗ്രൂപ്പ് കൊണ്ട് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ ആക്റ്റീവ് ആക്കണം. ഈ CH2 ഗ്രൂപ്പ് ആക്റ്റീവ് ആണ്, കൂടുതൽ റിയാക്റ്റീവ് ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാകും എന്നുള്ളത്. ഇത് റിയാക്റ്റീവ് ആകുന്നത് ഇതിലെ ഹൈഡ്രജനെ H+ ആയിട്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ അതിനെ റിയാക്റ്റീവ് എന്ന് പറയുക. ഈ ഹൈഡ്രജൻ H+ ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ഹൈഡ്രജൻ H+ ആയിട്ട് എലിമിനേറ്റ് ചെയ്താൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഈ കാർബണിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഏത് ബോണ്ടാണ് അപ്പൊ ബ്രേക്ക് ആവേണ്ടത്? ഇവിടെ H+ പോകണമെങ്കിൽ ഈ H പോകണമെങ്കിൽ കാർബൺ ബോണ്ട് അല്ലെ, ഈ ഒരു ബോണ്ടാണ് ബ്രേക്ക് ആവേണ്ടത് അല്ലെ. അല്ലെ, അതല്ലേ മറ്റേ ബോണ്ട്, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ അതിലെ ഇലക്ട്രോണുകൾ എങ്ങോട്ടാ പോകുന്നത്? H+ ആയിട്ടാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ആ ബോണ്ടിലെ ഇലക്ട്രോണുകൾ എങ്ങോട്ടാണ് പോവുക? കാർബണിലേക്കാണോ പോവുക, ഹൈഡ്രജനിലേക്കാണോ പോവുക? ഹെട്രോളിറ്റിക് ഫിഷൻ എന്ന് വിളിക്കുക അല്ലെ. ബോണ്ടിന്റെ ബ്രേക്ക് ചെയ്യുന്നത് ഹെട്രോളിറ്റിക് ഫിഷൻ ആണ്. അഥവാ 2 ഇലക്ട്രോണുകളും ബോണ്ടിലെ 2 ഇലക്ട്രോണുകളും ഒരാറ്റത്തിലേക്ക് പോകും. അത് 2 ആറ്റങ്ങളാണ് അവിടെ ഉള്ളത്, ഹൈഡ്രജനും കാർബണും. ആ ബോണ്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് കാർബണും ഹൈഡ്രജനുമാണ്. അതിൽ ഏതിലേക്ക് പോകണം ഈ ഇലക്ട്രോണുകൾ? H+ ആണ് നമുക്ക് പോകേണ്ടതെന്ന് ഓർക്കുക. അങ്ങനെയെങ്കിൽ ഏത് ആറ്റത്തിലേക്കായിരിക്കും ഈ ഇലക്ട്രോണുകൾ പോകേണ്ടത്? പറയാമോ? ഹൈഡ്രജനിലേക്ക് 2 ഇലക്ട്രോണും വന്നാൽ ഹൈഡ്രജന്റെ ചാർജ് എന്തായിരിക്കും? ഇപ്പൊ ഈ 2 ഇലക്ട്രോണുകളിൽ അതായത് ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോണുകളാണ്. അതിൽ 1 ഇലക്ട്രോൺ കാർബണിന്റെയും 1 ഇലക്ട്രോൺ ഹൈഡ്രജന്റെയും നമ്മൾ പറയുന്നു. അപ്പൊ ഇതിലെ 2 ഇലക്ട്രോണും ഹൈഡ്രജനിലേക്കാണ് പോകുന്നതെങ്കിൽ ഹൈഡ്രജന്റെ ചാർജ് എന്തായിരിക്കും? ഹൈഡ്രജന്റെ ഇലക്ട്രോണും അതിന് കിട്ടുന്നു, കാർബണിന്റെ ഇലക്ട്രോണും അതിന് കിട്ടുന്നു അല്ലെ. അങ്ങനെയല്ലേ? അപ്പൊ അതിന്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, H- ആയിരിക്കും. അത് ഹൈഡ്രൈഡ് അയോൺ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നേരെ തിരിച്ചാണ് നമുക്ക് വേണ്ടത്, H+ ആണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഏതിലേക്ക് പോകണം ഇലക്ട്രോൺ? കാർബണിലേക്ക് പോകണം. ഒബ്വിയസ്ലി അതേ ചോയ്സ് ഉള്ളൂ. 2 ഇലക്ട്രോണും കാർബണിലേക്ക് പോകണം, അഥവാ ഹൈഡ്രജന്റെ ഇലക്ട്രോണുകളുടെ കാർബണിലേക്ക് പോകണം. അപ്പൊ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ അതിന് നഷ്ടപ്പെട്ടാൽ മാത്രമേ ഹൈഡ്രജൻ എന്തായിട്ട് മാറുള്ളൂ? H+ ആയിട്ട് മാറുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, താങ്ക് യു രമ്യ. Alright, so we have this situation. We need to have this situation. ഇവിടെ എങ്ങനെയാണ്? 2 ഇലക്ട്രോണും കാർബണിലേക്ക് പോകണം. അങ്ങനെ 2 ഇലക്ട്രോണും കാർബണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്പീഷീസ് എന്തായിരിക്കും? നോക്കാം. Ctrl+C. ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ആരോ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഈ ആരോ ഇവിടുന്ന് പോയി. അതിന്റെ അർത്ഥം എന്താണ്? ഈ 2 ഇലക്ട്രോണും കാർബണിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു H വന്നു. അത് ഇല്ലാത്ത ഒരു H ആണ്, ഓട്ടോ കറക്ഷൻ ആണ്, ഇല്ലാത്തതാണ്. നിങ്ങൾ ഓർത്തോണത്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ എന്താ വരുന്നത്? ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താണ്? H+ ആണ് ഉണ്ടായത്. H+ ചാടി. സോറി. അപ്പൊ ഇവിടെ ഈ H ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു ചാർജ് ഉണ്ട്. എന്തായിരിക്കും അതിന്റെ ചാർജ്? H-ന് പകരം അവിടെ ഒരു ചാർജ് ആയിരിക്കും. അത് എന്ത് ചാർജ് ആയിരിക്കും എന്ന് ആർക്ക് പറയാൻ പറ്റും? 2 ഇലക്ട്രോണുകൾ കാർബണിലേക്ക് പോകുന്നു, ഉണ്ടായതിൽ ഒരു H+ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ കാർബണിൽ വരുന്ന ചാർജ് എന്തായിരിക്കും? H അല്ല വരുന്നത്, കാരണം H അവിടെ ഓട്ടോ കറക്ഷൻ വന്നാണ്. ഈ H ഇവിടെ ഇല്ലാത്തതാണ്. ചാർജ് ഇടുമ്പോൾ അത് മാറിക്കൊള്ളും. അപ്പൊ അത് ആർക്ക് പറയാൻ പറ്റും? കാർബണിൽ വരുന്ന ചാർജ് എന്താണെന്ന് ആർക്ക് പറയാൻ പറ്റും? ജയകൃഷ്ണൻ, കാർബണിൽ വരുന്ന ചാർജ് എന്താണെന്ന് പറയാൻ പറ്റുമോ? വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? ഗുഡ് ഗുഡ്. നീ ഷെയർ ഒക്കെ ചെയ്ത് റെഡി ആണല്ലോ. ഓക്കെ, പിന്നെ എന്താണ് ചാർജ്? എന്തായിരിക്കും? മൈനസ് ചാർജ്. കാർബൺ മൈനസ് ചാർജ്.
ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്, എക്സാക്ട്ലി. ഓക്കെ, ജയകൃഷ്ണൻ അപ്പോൾ അത് അറിയായിരുന്നു, വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഒബ്വിയസ് ആയിട്ടും കാർബണിൽ വരിക. അപ്പൊ നമുക്ക് ആ നെഗറ്റീവ് ചാർജ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ എച്ച് ഓട്ടോ കറക്ഷൻ എച്ച് അങ്ങ് പോകും. ഓക്കെ, സോ ദാറ്റ്സ് ദ വേ. അപ്പൊ ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഈ ആക്റ്റീവ് മെഥിലീൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു കാർബണിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആയിരിക്കും. അഥവാ CH2 എന്ന് പറയുന്ന മെഥിലീന് പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് CH- ആയിട്ട് മാറാൻ പറ്റും. അഥവാ ഒരു കാർബാനയോൺ ആയിട്ട് മാറാൻ പറ്റും. കാർബാനയോൺ എന്ന് പറയുന്നത് അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസ് അല്ല, എന്ന് വെച്ചാൽ അത് റിയാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ അതിനെ നമുക്ക് റിയാക്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ അങ്ങനെ റിയാക്ഷൻസ് നടത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആക്റ്റീവ് മെഥിലീൻ കോമ്പൗണ്ട്സ് ഇതിന് മെഥിലീൻ കോമ്പൗണ്ട്സിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് ആക്റ്റീവ് ആക്കണം, ഇങ്ങനെ ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ കൊണ്ടുവരാൻ പറ്റണം. സാധാരണഗതിയിൽ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പൊ ഈ കോമ്പൗണ്ട് എന്നാണ് നമ്മൾ ഇത് CH3 നടുക്കൊരു CH2 അഥവാ പ്രൊപ്പൈൻ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അതില് ഈ ഒരു ഹൈഡ്രജൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് pKa, ഈ ഒരു സ്പീഷീസിന്റെ pKa എന്ന് പറയുന്നത് 55 ആ റേഞ്ചിലോട്ട് വരും. എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ നമ്മൾ ഒരു H+H എടുക്കണമെങ്കിൽ സാധാരണ നമ്മുടെ ബേസ് ഒക്കെ ഉപയോഗിച്ച് എടുക്കണമെങ്കിൽ pKa ഒരു 16 താഴെയും അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ ഒരു ഈക്വിലിബ്രിയം സാധ്യമാകുന്ന കേസിൽ ഒരു pKa ഒരു 25 ആ റേഞ്ചിലോട്ടൊക്കെ നമുക്ക് കൊണ്ട് എത്തിക്കണം. എങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ റിയാക്ഷൻസ് നടക്കുകയുള്ളൂ. അപ്പൊ pKa ഇതിന്റെ വളരെ കൂടുതലാണ്. pKa എന്ന് പറയുന്ന അസിഡിറ്റിയുടെ ഒരു കണക്കാണ്. pKa കുറയുന്നതനുസരിച്ച് അസിഡിറ്റി കൂടുതലാണ്. എന്ന് വെച്ചാൽ H+ തരുന്ന സ്പീഷീസ് എന്താണ്? ആസിഡാണ്. അതിനേക്കാൾ H+ ഒട്ടും തരാൻ പറ്റാത്തൊരു സ്പീഷീസ് ആണ് ബേസ്. അതിനേക്കാളും കഴിവ് കുറവാണ് ഇത്തരം ഒരു സ്പീഷീസിന് ഈ ഒരു റിയാക്ഷൻ നടത്താൻ, H+ തരാനായിട്ട്. അപ്പൊ പിന്നെ നമ്മൾ ആ മെഥിലീൻ എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസ് ഈ ഒരു കേസിൽ ആക്റ്റീവ് അല്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ ആക്റ്റീവ് മെഥിലീൻ കോമ്പൗണ്ട്സ് ആക്കാൻ എന്ത് വേണം എന്നുള്ളതാണ് ചോദ്യം. അതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നമുക്കൊരു ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ തന്നെയാണ് നമ്മുടെ കീ റിയാക്ഷൻ. ഇത് നമുക്ക് ഒരു ഈക്വിലിബ്രിയം റിയാക്ഷൻ ആണെന്ന് കരുതാം. മിക്കവാറും റിയാക്ഷൻസ് എല്ലാം നമുക്കൊരു ഫോർവേഡ് റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉള്ള റിയാക്ഷൻസ് ആണ്. അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെ എന്ന് കരുതാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പീഷീസ് എത്രമാത്രം സ്റ്റേബിൾ ആകുന്നു, ഈ ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാർബാനയോൺ എത്രമാത്രം സ്റ്റേബിൾ ആകുന്നു അത്രമാത്രം ഫോർവേഡ് റിയാക്ഷൻസ് നടക്കും. പറഞ്ഞ പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇതില് ഈ കാർബാനയോൺ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത കൊണ്ടാണ് ഫോർവേഡ് റിയാക്ഷൻ അഥവാ H+ തരുന്ന റിയാക്ഷൻ നടക്കാത്തത്. ഓക്കെ, കാർബാനയോൺ ഇവിടെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഫോർവേഡ് റിയാക്ഷൻ അഥവാ H+ തരുന്ന റിയാക്ഷൻ നടത്താൻ പറ്റും. CH2 ആക്റ്റീവ് ആക്കാൻ പറ്റും. CH2 ആക്റ്റീവ് ആക്കാൻ പറ്റും. ഈ ഒരു മെഥിലീൻ ഉള്ള ഈ കോമ്പൗണ്ടിനെ നമുക്ക് ആക്റ്റീവ് മെഥിലീൻ ആക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഒരു കാർബാനയോണെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാർബണിലും ഒക്കെ മറ്റെന്തെങ്കിലും സ്പീഷീസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുമോ? ശരണ്യ, അപ്പൊ ചോദ്യം ഇതാ, മനസ്സിലായോ? ഈ ഒരു കാർബാനയോൺ എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആണ്. അപ്പോ ഈ ഒരു കാർബാനയോൺ വളരെ അൺസ്റ്റേബിൾ ആണ്. അപ്പൊ ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഈ ഒരു 2 കാർബണിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഗുഡ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് സാധിക്കും. ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ കൊടുത്താൽ മതി. അഥവാ ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ട് നമ്മൾ പലപ്പോഴും കാണിക്കുക എന്ന് പറയുന്നത് ഒരു കാർബണൈൽ ഗ്രൂപ്പ്. കാർബണൈൽ ഗ്രൂപ്പ് CH3 ആവാം. നമുക്ക് ഇങ്ങനെ ഒരു സ്പീഷീസ് എടുക്കാം. കീറ്റോൺ, ഇവിടെ ഒരു കീറ്റോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. എന്തുകൊണ്ടാണ് കണക്കാക്കാം? ഓക്സിജൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. കാർബണിനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓക്സിജനിൽ ഒരു ഡെൽറ്റ നെഗറ്റീവിലും ഇവിടെ ഒരു ഡെൽറ്റ പോസിറ്റീവ് ഉണ്ട്. അത് നമുക്കൊരു ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ബേസിൽ പറയാം. പക്ഷെ അതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ട് മറ്റൊരു കാര്യം വരുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് ഇവിടെയും വരുമല്ലോ, പ്രോഡക്റ്റിലും ഈ ഒരു കീറ്റോൺ വരുമല്ലോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു റെസണൻസ് പോസിബിൾ ആകും എന്നുള്ളതാണ് അതിന്റെ കാര്യം. 2 ഇലക്ട്രോൺ ആണല്ലോ, ഈ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് മാറുന്നതായിട്ടും അവിടെ നിന്നും അപ്പൊ ഇവിടെ പുതിയൊരു ബോണ്ട് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഈ കാർബണിലേക്ക് 5ാമതൊരു ബോണ്ട് കൂടെ വരും, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബോണ്ട് വരും. അപ്പൊ പഴയ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഈ പൈ ബോണ്ട്, ഓക്സിജൻ കാർബൺ പൈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് അതിലെ 2 ഇലക്ട്രോണും ഓക്സിജനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും നമുക്ക് കണക്കാക്കാം. അഥവാ ഇങ്ങനെ വരുമ്പോൾ ഈ 2 ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇവിടെ പുതിയൊരു ബോണ്ട് വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ പുതിയ ബോണ്ട് എഴുതാം കേട്ടല്ലോ. അപ്പോ ഈ കാർബൺ നോക്കിയേ, ഇവിടെ ഒരു 5 ബോണ്ട് വരും, പെന്റാവാലന്റ് കാർബൺ വരും. അത് നോർമലി നടക്കുന്ന ഒരു കാര്യമല്ല, ബ്രേക്ക് ആവും.
ബ്രേക്ക് ആകുമ്പോൾ ഓക്കെ അത് ഓട്ടോ കറക്ഷൻ വന്നിട്ട് OH വന്നതാണ്. 2 ഇലക്ട്രോണും ഓക്സിജനിലേക്കാണ് പോകുന്നത്. സോ ഓക്സിജൻ വിൽ ഹാവ് എ നെഗറ്റീവ് ചാർജ്. സോ ദിസ് ഈസ് ദ റെസണൻസ് സ്ട്രക്ചർ. ഓക്കെ, സോ ഈ ഒരു കാർബാനയോണിന് ഒരു റെസണൻസ് സ്റ്റെബിലിറ്റി വന്നിരിക്കുന്നു. അപ്പോൾ ഈ കാർബാനയോൺ കുറച്ചുകൂടെ സ്റ്റേബിൾ ആകും. ഒരു റെസണൻസ് എഫക്റ്റ് മൂലം ഈ കാർബാനയോൺ കുറച്ചുകൂടെ സ്റ്റേബിൾ ആകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഫോർവേഡ് റിയാക്ഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ മെത്തിലീൻ ആക്റ്റീവ് ആകാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇതിനേക്കാളും ആക്റ്റീവ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇതുവരെ പറഞ്ഞത് എന്താണ്? ഇവിടെ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്, അതിനെ റിയാക്റ്റീവ് ആക്കണം. റിയാക്റ്റീവ് ആക്കാൻ വേണ്ടി അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് H+നെ കളഞ്ഞിട്ട് അവിടെ നെഗറ്റീവ് ചാർജ് വരിക എന്നുള്ളതാണ്. അത് എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഈ കാർബാനയോൺ കൂടുതൽ സ്റ്റേബിൾ ആവും. ഈ കാർബാനയോൺ കൂടുതൽ സ്റ്റേബിൾ ആകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇതുപോലുള്ള ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇട്ട് കൊടുത്താൽ ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ഒരു റെസണൻസ് വഴി ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, റെസണൻസ് വഴി അതിനെ സ്റ്റെബിലൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു റെസണൻസ് മൂലം സ്റ്റെബിലൈസ് ചെയ്തു. പക്ഷെ എന്നാലും നമ്മൾ ഇത്തരം കോമ്പൗണ്ടുകളെ പോലും ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കില്ല സാധാരണഗതിയിൽ. ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിലും റിയാക്റ്റീവ് ആകണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ കണ്ട റിയാക്ടിവിറ്റിയേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കൂ. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു pKa ഏതാണ്ട് ഒരു 20യുടെ റേഞ്ചിലേക്ക് നമുക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം, കീറ്റോണിന്റെ ഒരു pKa എന്ന് പറയുന്നത്. പക്ഷേ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സിന്റെ അതിലും താഴ്ന്ന് ഏതാണ്ട് 10ൽ താഴെയൊക്കെ വളരെ ഈസി ആയിട്ട് ഒരുപാട് കോമ്പൗണ്ട്സ്, വളരെ അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇഥവാ ഈ H+നെ വളരെ ഈസി ആയിട്ട് കളയാൻ പറ്റുന്ന കോമ്പൗണ്ട്. അസിഡിക് എന്ന് പറയുമ്പോൾ എന്താണ്? H+നെ എത്രയും പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് എന്താണ് കൊടുക്കാൻ പറ്റുന്ന കോമ്പൗണ്ടിനാണ് അസിഡിക് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയാം. ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് എന്ന് പറയുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇതിലും ഇതിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആൽഡിഹൈഡും ഇല്ല ആഡ് ചെയ്തതാണ്. കാർബണിന്റെ അപ്പുറത്ത് ഇവിടെയോ? അവിടെ ഇല്ല, അവിടെ. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. താങ്ക് യു കിരൺ, യു ആർ റൈറ്റ്. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടെ വരുമ്പോ എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൂടെ വെക്കുക. നമ്മൾ ഓൾവേസ് 2 ഈസ് ബെറ്റർ ദാൻ 1. ഈ ഒരു കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു റെസണൻസ് പോസിബിലിറ്റി ഉള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പർ സൈഡിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതാണ് ചോദ്യം. അതായത് നമുക്ക് ഒരു റെസണൻസ് സ്ട്രക്ചർ കൂടെ എഴുതാൻ പറ്റും. നമുക്ക് എങ്ങോട്ട് വേണം എഴുതാം? ഞാൻ തൽക്കാലം ഈ വലത്തോട്ട് എഴുതാം. ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട് ആണ്. മറ്റൊരു ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട് ആണ് നമ്മുടെ NO2 ഇട്ട് കഴിഞ്ഞാൽ, നൈട്രോ ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊരു ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട് ആണ്. അത് ദിസ് ഈസ് ആൻ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്. കാരണം CH2ന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരിക, അത് ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇതും ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇത്തരം സ്പീഷീസുകളൊക്കെ നമുക്ക് ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് എന്ന പേരിൽ ഉൾപ്പെടുത്താം. അപ്പോൾ കാർബാനയോൺ ഉണ്ടാക്കി ആ കാർബാനയോൺ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. ഈ ആക്ടിവിറ്റി ഇതിനുള്ളത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് ഒരുപാട് സിന്തസിസുകൾ, റിയാക്ഷൻസ് നമുക്ക് നടത്താൻ പറ്റും. അതാണ് ഈ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത. വളരെ മൈൽഡ് ആയിട്ടുള്ള ബേസുകളുണ്ട്, നമുക്ക് H+നെ പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കാർബാനയോൺ കിട്ടും. ഈ കാർബാനയോൺ അഥവാ ഈ കാർബാനയോൺ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഈ കാർബാനയോൺ ആസച്ച് സ്റ്റേബിൾ അല്ല, എന്നാൽ ഈ റെസണൻസ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ സ്റ്റേബിൾ ആകുന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇത് നമ്മൾ കുപ്പിയിലിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്നല്ല. കുറച്ചുകൂടെ സ്റ്റേബിൾ ആകുന്നു. ആ സ്റ്റെബിലിറ്റി ഉണ്ട്, എന്നാലും റിയാക്ടിവിറ്റി ഉണ്ട്. ആ റിയാക്ടിവിറ്റി ഉള്ള ആ സ്പീഷീസിനെ നമ്മളെടുത്ത് മറ്റ് കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്. ഇനി ഇതുപോലെ എവിടെ എസ്റ്റർ വന്നാൽ അതും ഒരു ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട് ആണ്. ഡൈമെത്തിൽ മലോണേറ്റ് എന്ന് വിളിക്കാം. ഇതൊരു ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട് ആണ്. അങ്ങനെ ഒരുപാട് ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് പോസിബിൾ ആണ്.